أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. صدق الله العظيم. സൂറ അന്നബ അമ്മ ജുസയിലെ ഒന്നാമത്തെ ആയത്ത്, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന അമ്മ ജുസയിലെ അവസാനത്തെ ആയത്ത്, 78-ാമത്തെ അധ്യായം. അപ്പോൾ എത്ര അധ്യായം പഠിച്ചു? അമ്മ ജുസയിൽ 78 മുതൽ 114 വരെ. പിന്നെ സൂറത്തുൽ ഫാത്തിഹ ഏകദേശം 37-38 അധ്യായങ്ങൾ. 114-ൽ 38-ാമത്തെ അധ്യായമാണ് പഠിക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ സൂറത്തുകളുള്ള ജുസ് അമ്മ ജുസാണല്ലോ. അമ്മ ജുസയിലാണ്. ചെറിയ ചെറിയ സൂറത്തുകളാണെങ്കിലും ഏറ്റവും കൂടുതൽ പേജ് ഉള്ളതും അമ്മ ജുസയിലാണ്. മറ്റേക്ക് 20 പേജ് 21 പേജാണുള്ളത്. ഇത് തന്നെ വയ്ക്കും. അപ്പോൾ സൂറത്തുൻ നബ, നമ്മൾ പഠിച്ച സൂറത്തുൻ നാസിആത്ത്, ഇനി 29-ാമത്തെ ജുസിന്റെ അവസാനത്തിൽ വരുന്ന സൂറത്തുൽ മുർസലാത്ത്, ഈ 3 സൂറത്തുകളും ഏകദേശം ഒരേ പ്രമേയം കൈകാര്യം ചെയ്യുന്ന സൂറത്തുകളാണ്. അഥവാ പരലോക ബോധം, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന്റെ ആരംഭത്തിൽ അവതരിച്ച പരലോകം, പുനർജന്മം എന്നതിന് കൂടുതൽ ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്ന 3 സൂറത്തുകളാണ് മുർസലാത്ത്, നബ, നാസിആത്ത് എന്നീ സൂറത്തുകൾ. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യക്ഷമായിട്ട് ആയത്തുകളുടെ അർത്ഥത്തിൽ ഒരുപാട് വിശദീകരണത്തിന് സാധ്യതകൾ കുറവാണ്. ഒരുപാട് വിശദീകരണങ്ങളുടെ സാധ്യത കുറവായ ആയത്തുകൾ കൂടിയാണ്. കാരണം ഒരുപാട് വട്ടം നമ്മൾ പറഞ്ഞു പോയ ചില കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് വ്യത്യസ്ത രൂപത്തിൽ ഖുർആൻ വിശദീകരിക്കുന്ന സൂറത്തുകളാണ്. അത് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന്റെ ആരംഭത്തിൽ മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നടത്തിയ സന്ദർഭത്തിൽ അവർക്കിടയിൽ ചില ചർച്ചകൾ ഉണ്ടായിരുന്നു, ചില വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ആ വിശ്വാസങ്ങളെ എടുത്തു പറഞ്ഞിട്ടാണ് സൂറത്തുൻ നബ ആരംഭിക്കുന്നത് തന്നെ. എന്നുവെച്ചാൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന 3 പ്രധാന അടിസ്ഥാന ആശയങ്ങൾ എന്തൊക്കെയാണ്? തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. എന്ന് വെച്ചാൽ അള്ളാഹുവിനോടൊപ്പം മറ്റ് പങ്കുകാരുണ്ട് എന്ന് സമ്മതിക്കരുത്. അള്ളാഹു ഏകനാണ്. അതാണല്ലോ ഏകനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടൊപ്പം സൃഷ്ടിപ്പിലോ പരിപാലനത്തിലോ സംരക്ഷണത്തിലോ മറ്റൊരാൾ കൂടെയുണ്ട് എന്ന് അംഗീകരിക്കരുത് എന്നാണ് തൗഹീദ് പറയുക. അപ്പൊ ഇതിലൊക്കെ അള്ളാഹു ഒറ്റയ്ക്കാണ്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം. മൂന്നാമത്തേതൊന്ന് പരലോകം. അപ്പൊ തൗഹീദ് എന്ന ആശയത്തിൽ മക്കക്കാരുടെ ഒരു കൺസെപ്റ്റ് എന്തായിരുന്നു? കാരണം 40 വർഷം അവർക്കിടയിൽ ജീവിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നേ വരെ പറയാത്ത ഒരു സംഗതി, അള്ളാഹു ഉണ്ട്, അള്ളാഹു ഏകനാണ്. അള്ളാഹു ഉണ്ട് എന്നത് മക്കക്കാർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അള്ളാഹു ഏകനാണ്, പരലോകമുണ്ട്, നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന നമ്മളൊക്കെ മരിക്കുകയും മരണശേഷം ഇതേ ശരീരത്തോടുകൂടി ഇതേ ആത്മാവോടുകൂടി ഉയർത്തെഴുന്നേൽക്കും എന്നത് എത്ര വിഡ്ഢിത്തമാണ് പറയുന്നതെന്ന് അവർ ചോദിച്ചിരുന്നു.
ഇനി ആദം നബി മുതൽ ലോകാവസാനം വരെയുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കുഴിമാടത്തിൽ നിന്നും എഴുന്നേറ്റ് വരും. സൂറത്ത് നാസിയാത്തിൽ നമ്മളത് പറഞ്ഞതാണ്. എന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാദിക്കുന്നത് അത്രത്തോളം വിഡിത്തമാണ് എന്ന് അവർ ചോദിച്ചിരുന്നു. ഇനി ഇവരെയൊക്കെ വിചാരണ ചെയ്ത് അങ്ങനെ സ്വർഗത്തിലേക്ക് പിന്നെ അല്ലെങ്കിൽ നരകത്തിലേക്ക് അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന ഒരിടം, അതൊന്നും സങ്കല്പിക്കാനോ കേട്ടുകേൾവി ഇല്ലാത്തതോ ആയ കാര്യങ്ങളാണ്. 40 വയസ്സ് വരെയും മുഹമ്മദ് നബി അതൊന്നും പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ എന്തൊക്കെയോ വിഡിത്തങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന വാദം അവർ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ തൗഹീദിന്റെ വിഷയത്തിലേക്ക് വന്നാൽ, തൗഹീദ് എന്നത് മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നായിരുന്നു. കാരണം 360ഓളം വിഗ്രഹങ്ങളെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഈ 360ഓളം വിഗ്രഹങ്ങളെ അല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്, മറിച്ച് ഏകനായ അള്ളാഹുവിനെ ആണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്തായാലും അവർ ഉൾക്കൊള്ളാൻ സന്നദ്ധരാവില്ല. ഏകനായ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, വിഗ്രഹങ്ങൾക്കൊന്നും ഇബാദത്ത് ചെയ്യരുത്. അപ്പോഴും അവർക്ക് അള്ളാഹുവിനുള്ള വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായിട്ടും അള്ളാഹുവിൽ വിശ്വാസം ഉണ്ട്. അള്ളാഹു ആരാണ് എന്നും അവർക്കറിയാം. പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ് എന്നും അവർക്കറിയാം. അപ്പോ ഒരു വശത്ത് അള്ളാഹുവിനുള്ള വിശ്വാസം ഉണ്ട്, എന്നാൽ മറുവശത്ത് വിഗ്രഹങ്ങളോടുള്ള ആരാധനയും പൂജയും എന്ന് വെച്ചാൽ പുണ്യപുരുഷന്മാർ, നമ്മൾ വലിയ എന്ന് പറയുന്ന രൂപത്തിലുള്ള പുണ്യാത്മാക്കൾ, പുണ്യപുരുഷന്മാരെയൊക്കെ അവർ ആരാധിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവർക്ക് മുന്നിൽ സുജൂദ് ചെയ്യുകയും ചെയ്തിരുന്നു. രണ്ടാമത്തത് പ്രവാചകത്വമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നബി പറയുന്ന എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്നവരായിട്ട് അവർ മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതിരിക്കാൻ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ? കാരണം അവർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയതായിട്ടോ, തെറ്റ് ചെയ്തതായിട്ടോ, കളവ് പറഞ്ഞതായിട്ടോ, വിശ്വാസവഞ്ചന കാണിച്ചതായിട്ടോ അങ്ങനെ ചെയ്തിട്ടില്ല. അവർക്ക് അങ്ങനെ ചെയ്തതായി അറിയേയില്ല, ചെയ്തിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ പറയുന്ന ഒരു വാദത്തെ എങ്ങനെ തള്ളിക്കളയും? അപ്പൊ ഇതും അവർ ഏറ്റെടുക്കാൻ ഒരല്പം കൂടി ഒന്ന് ചിലപ്പോൾ ഒന്ന് പിടിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തേക്ക് അംഗീകരിക്കാൻ സാധ്യത ഏറെയാണ്. അള്ളാഹുവിനുള്ള ഏകത്വത്തെ കുറിച്ചും അവരോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാനും സാധ്യത ഏറെ. കാരണം അള്ളാഹുവിലുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ഒന്ന് ചിലപ്പോൾ ചവിട്ടിപ്പിടിച്ചാൽ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ തൗഹീദും റിസാലത്തും അംഗീകരിക്കാൻ കുറച്ച് സാധ്യത കൂടും. പക്ഷെ പരലോകത്തിന്റെ വിഷയത്തിൽ അങ്ങനെ ആയിരുന്നില്ല എന്നാണ്. പരലോകത്തിന്റെ വിഷയത്തിൽ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിച്ചത് പരലോകത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചത് കൊണ്ടാണ്. ഞങ്ങൾ ഇനിയും പുനർജനിക്കും എന്ന വാദം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ബുദ്ധിക്ക് ലോജിക്കിന് നിരക്കുന്നതല്ല. ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യരും ഉയർത്തെഴുന്നേറ്റ് അതേ ശരീരത്തോടും ആത്മാവോടും കൂടി വരും, ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. സ്വർഗമുണ്ട് എന്നത്, നരകമുണ്ട് എന്നുള്ളത്, വിചാരണയുണ്ട് എന്നുള്ളത്, മലക്കുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയും ഞങ്ങൾക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല എന്ന വാദം അവർ മുന്നോട്ട് വെച്ചിരുന്നു. എന്ന് മാത്രമല്ല, മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ മുമ്പ് എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സുഹൃത്ത് ദാരിയാത്താണ്ടൊക്കെ പഠിച്ച സന്ദർഭത്തിൽ ക്രൈസ്തവർക്ക് ഒരു വിശ്വാസമുണ്ട് മരണശേഷമുള്ള ജീവിതത്തെ കുറിച്ച്, ഹൈന്ദവർക്ക് വേറൊരു വിശ്വാസമുണ്ട്, മുസ്ലിങ്ങളുടേതായ വിശ്വാസമുണ്ട്, ഇനി ലിബറലിസ്റ്റുകളുടേതായ വിശ്വാസമുണ്ട്. അങ്ങനെ തുടങ്ങി മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും ഇല്ല, അങ്ങനെ ഒരു പരലോകമേ ഇല്ല, മരണത്തോടു കൂടിയൊക്കെ അവസാനിച്ചു, അതുകൊണ്ട് പരമാവധി ജീവിതത്തെ ആസ്വദിക്കുക എന്ന വാദം മുന്നോട്ട് വയ്ക്കുന്നവരുണ്ട്. മരിച്ചതിന് ശേഷം എല്ലാവരും സ്വർഗത്തിലാണ്, കാരണം യേശുക്രിസ്തു തന്നെ, ഈസാ നബി തന്നെ എല്ലാ വാദങ്ങളും എല്ലാ പാപങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു എന്ന വാദം വെച്ച് പുലർത്തുന്നവരുണ്ട്. മരിച്ചു കഴിഞ്ഞതിന് ശേഷം വേറെ ഏതെങ്കിലും രൂപത്തിൽ പുനർജനിക്കുന്നവരാണ് മനുഷ്യർ എന്ന വാദം വെച്ച് പുലർത്തുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വിശ്വാസങ്ങൾ നാട്ടിൽ പ്രചരിച്ചിരുന്നിടത്ത് നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എന്ത് പറയുന്നത്? മരണശേഷം എല്ലാ മനുഷ്യരും അതേ ശരീരത്തോടുകൂടി അതേ ആത്മാവോടുകൂടി വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരും. അവരെ അവരുടെ ഭൂമിയിലുള്ള ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ വിചാരണ ചെയ്യപ്പെടും. ആ വിചാരണ ചെയ്യപ്പെടുമ്പോൾ അതിൽ നന്മയും തിന്മയും അളന്നു തൂക്കി നോക്കും. അതിൽ നന്മയ്ക്കാണ് മുൻഗണനയെങ്കിൽ സ്വർഗത്തിലും, തിന്മയ്ക്കാണ്, അവൻ പാപിയാണ്, തെറ്റുകാരനാണ് എന്ന് ബോധ്യപ്പെട്ടാൽ നരകത്തിലും ശാശ്വതരായി വസിക്കേണ്ടി വരും എന്ന സങ്കല്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പ്രഖ്യാപിക്കാം.
തന്നെയാണ് സൂറത്തുൻ നബഇന്റെ തുടക്കത്തിലും അമ്മ യതസാഅലൂൻ എന്നതാണ് ആരംഭിക്കുന്നത്. അമ്മ, അൻ പ്ലസ് മാ എന്നതാണ്, മാതാ എന്നതിന്റെ മാ. അൻ എന്തിനെ കുറിച്ചാണ്, അമ്മ എന്തിനെ കുറിച്ചാണ്. യതസാഅലൂൻ, സഅല യസ്അലു എന്ന് വെച്ചാൽ ചോദിക്കുക എന്നാണ്. തസാഅല എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് തസാഅല എന്ന് പറയാം. എന്തിനെ കുറിച്ചാണ് അവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അനിൻ നബഇൽ അദീം, ആ മഹത്തായ വാർത്തയെ കുറിച്ചാണ്. അദീം എന്നതിന് മഹത്തായത് എന്നർത്ഥമുണ്ട്, ഗൗരവമേറിയത് എന്നർത്ഥമുണ്ട്, ഗുരുതരമായത് എന്നൊക്കെ അർത്ഥമുണ്ട്. ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശിർക്ക് എന്നത് മഹത്തായ അക്രമമാണ് എന്ന് പറയാൻ പറ്റുമോ? മഹത്തായ അക്രമം, ഗൗരവമേറിയ അക്രമമാണ്. അപ്പോൾ അദീം എന്നതിന് അത്തരത്തിലുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ ഗൗരവമേറിയ എന്നാണ് പറയുക. അതീവ ഗൗരവമുള്ള ഒരു വാർത്തയെ കുറിച്ചാണോ അവർ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? അതീവ ഗൗരവമേറിയ വാർത്ത. നബ എന്ന് വെച്ചാൽ വാർത്ത എന്നാണ്. അതിൽ നിന്നാണ് നബി വന്നത്, വാർത്ത അറിയിക്കുന്നയാൾ, നബി വാർത്ത അറിയിക്കുന്നവൻ. ആ വാർത്തയുടെ പ്രത്യേകത എന്താ? അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. അല്ലദീ എങ്ങനെയുള്ള വാർത്തയാണ്? ഹും അവർ, ഫീഹി ആ വാർത്തയെ സംബന്ധിച്ച്, മുഖ്തലിഫൂൻ ഇഖ്തിലാഫിലാണ്. ഇഖ്തിലാഫ് എന്ന് വെച്ചാൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ്. അപ്പോൾ നബഉൽ അദീം, നബഉൽ അദീം എന്നുള്ളത് ഈ പറഞ്ഞ മരണാനന്തര ജീവിതത്തെ കുറിച്ചാണ്. ആ മഹത്തായ ഗൗരവമേറിയ വാർത്ത എന്ന് പറയുന്നത് മരണാനന്തര ജീവിതമാണ്. മരണാനന്തര ജീവിതത്തെ കുറിച്ച് അവർ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്, മുഖ്തലിഫുകളാണ്. ആ അഭിപ്രായങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്ന് പുനർജന്മത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴുള്ള അവരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളും, മരണാനന്തര ജീവിതം എന്നത് ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ് സ്വർഗത്തിൽ ആരൊക്കെയാണ് നരകത്തിൽ എന്ന് പറയുന്ന അത്തരത്തിലുള്ള അവരുടെ ഓരോ മതസ്ഥരുടെയും അടുക്കലുള്ള വ്യത്യസ്ത വാദങ്ങളും. അപ്പൊ ഇതിനാണ് ഈ വിഷയത്തിൽ അവർ പരസ്പരം അഭിപ്രായ ഭിന്നതയിലായിരുന്നു. അല്ലദീഹും ഫീഹി മുഖ്തലിഫൂൻ. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട് കല്ല സയഅലമൂൻ സുമ്മ കല്ല സയഅലമൂൻ. അപ്പൊ ഇപ്പോൾ അവർ നിഷേധിക്കുന്നുണ്ട് എങ്കിലും അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയം വരും. അത് ചിലപ്പോൾ നേർക്ക് നേരെ ഉയർത്തെഴുന്നേറ്റ് മുന്നിൽ നിൽക്കുമ്പോഴായിരിക്കാം. സൂറത്ത് നാസിയാത്തിലും സമാനമായ ആയത്ത് വിശദീകരിക്കുന്നുണ്ട്. കല്ലാ സയഅലമൂൻ, അങ്ങനെയല്ല, അവർ അറിയും. അവരുടെ വാദം പോലെയല്ല, അതാണ് കല്ല, അവർ വാദിക്കുന്നത് പോലെയല്ല. അവർക്കുള്ളതുപോലെയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ വിഷയത്തിൽ വെച്ച് പുലർത്തേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാദമാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ വിഷയത്തിൽ, പുനർജന്മ വിഷയത്തിൽ അവർ സ്വീകരിക്കേണ്ട നിലപാട്. എന്നാൽ ഇപ്പോൾ അവർ അതിനെ ഏറ്റെടുക്കുകയും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ സയഅലമൂൻ, അവർ വഴിയെ അറിയും, പിന്നീട് അറിയും. വീണ്ടും അത് ഉറപ്പിച്ച് ഒന്നുകൂടി പറയാണ്, സുമ്മ കല്ല സയഅലമൂൻ. വീണ്ടും അവർ വാദിക്കുന്നത് പോലെയല്ല, ആ വാർത്തയെ കുറിച്ച് കൃത്യമായി അവർ അറിയുക തന്നെ ചെയ്യും. എന്നിട്ട് ആ ഒരു ബോധ്യം, പരലോകത്തെ കുറിച്ചുള്ള ഒരു ബോധ്യം വിട്ടുകൊടുത്തതിന് ശേഷം നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് വേണ്ടി അള്ളാഹു പ്രപഞ്ചത്തിലെ ചില പ്രതിഭാസങ്ങൾ എടുത്തു പറയുകയാണ്. അള്ളാഹുവിൻ്റെ ഒരു രീതിയും ശൈലിയും അത് തന്നെയാണ്. കാരണം മനുഷ്യനെ ചിന്തിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. ചിന്തിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യമാണ് പരലോകം. ചിന്തിക്കാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ പരലോക വിശ്വാസത്തെ കുറിച്ച് അവർക്ക് ബോധ്യപ്പെടാത്തത്, അല്ലെങ്കിൽ ആ വിശ്വാസത്തിലേക്ക് അവർ കടന്നു വരാത്തത്. അതുകൊണ്ട് ചിന്തിക്കാനുള്ള ചില വഴികൾ അവർക്ക് ഇട്ടുകൊടുക്കുകയാണ്. അതിലൊന്നാണ് അലം നജഅലിൽ അർള മിഹാദ എന്ന് പറഞ്ഞ, അലം നജഅലിൽ അർള മിഹാദ, ഭൂമിയെ നാം അവർക്ക് എന്താക്കി? മിഹാദ്, വിരിപ്പാക്കിയില്ലേ. മഹദ് തൊട്ടിലിന് ഉപയോഗിക്കാറുണ്ട്. മിനൽ മഹദി ഇല ലഹദ്, തൊട്ടിൽ മുതൽ കട്ടിൽ വരെ മഹദ് അഥവാ മിഹാദ്, വിരിപ്പ്. ഭൂമിയെ നാം വിരിപ്പാക്കിയില്ലേ. അത് ഒരുപാട് വിശദീകരിച്ച് കഴിഞ്ഞ ഒരു ആയത്താണ്. എന്നുവെച്ചാൽ ഇതുപോലുള്ള ആയത്തുകൾ ഖുർആനിൽ തന്നെ വല്ലറുള്ള ദഹാഹ ത്വഹാഹ എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. വാസയോഗ്യമാക്കി, ഭൂമിയെ വിരിപ്പാക്കി എന്ന് പറഞ്ഞാൽ വിരിപ്പ് മനുഷ്യന് വിശ്രമിക്കാനുള്ളതാണ്, കിടക്കാനുള്ളതാണ്, അല്ലെ? അത് നിരപ്പുള്ളതായിരിക്കും, പരന്നതായിരിക്കും എന്ന് കരുതി ഭൂമി പരന്നതാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഭൂമിയെ മനുഷ്യന്, മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക്, ഇനി വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾക്ക്, സർവ്വതിനും ജീവിക്കാൻ പാകത്തിന് അള്ളാഹു വാസയോഗ്യമാക്കി. അപ്പോൾ അത് ഭൂമിക്ക് ഈ രൂപത്തിൽ തനിയെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഈ പ്രക്രിയ രൂപപ്പെടുത്തിയെടുക്കാൻ, ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. വെള്ളത്തിൽ മത്സ്യമാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ മീനും അതുമായി ബന്ധപ്പെട്ട ജീവികളാണ് ജീവിക്കേണ്ടത്.
കരയിൽ മനുഷ്യനും മൃഗങ്ങളും അടങ്ങുന്ന ജീവികളാണ്. മൃഗങ്ങളൊക്കെ കാട്ടിൽ, വന്യമൃഗങ്ങൾ പ്രത്യേകിച്ചും കാട്ടിൽ ജീവിച്ചാൽ മതി, നാട്ടിലേക്ക് ഇറങ്ങിയാൽ അത് പ്രശ്നം ഉണ്ടാക്കും. പക്ഷികളൊക്കെ അത് പറന്നു നടക്കേണ്ടവയാണ്. ഇനി ചില തവളയും മുതലയും പോലുള്ള ജീവികളാണെങ്കിൽ അത് കടലിലും അല്ലെങ്കിൽ വെള്ളത്തിലും ജീവിക്കണം, കരയിലും ജീവിക്കണം. അങ്ങനെ ഇതൊക്കെ സ്വമേധയാൽ രൂപപ്പെട്ടതാണ് എന്നെന്തായാലും ചിന്തിക്കുന്ന ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെ സ്വമേധയാൽ ഇത്തരം സംഗതികൾ രൂപപ്പെട്ടു എന്ന് കൊള്ളണമെന്നില്ല. ഇനി മനുഷ്യരിൽ ആരെങ്കിലും ഇങ്ങനെ ഇത്രയും വിശാലമായ ഈ ഭൂമിയെ സംവിധാനിച്ചു എന്ന് പറയാനും അർത്ഥമില്ല. കാരണം ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് എത്തിപ്പെടുമ്പോഴേക്കും അവരുടെ ആയുസ് തീരും, അല്ലെ? എത്തിപ്പെടില്ല. അങ്ങനെ ഒരറ്റത്ത് നിന്ന് മറ്റേ ഒരറ്റത്തേക്ക് എത്തിപ്പെടാൻ മനുഷ്യന് കഴിയാത്ത വിധത്തിൽ വിശാലമായി കിടക്കുകയാണ് ഭൂമിയും കടലും കരയും ഉൾപ്പെടുന്ന ഈ ഭൂമി എന്ന് പറയുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ നോക്കിയാലും ഇതിനെല്ലാം കൂടി മനുഷ്യകരങ്ങളാൽ ചിട്ടപ്പെടുത്തിയെടുക്കാൻ കഴിയോ? അതും കഴിയില്ല. അപ്പൊ പിന്നെ ഇതിന്റെ പിന്നിൽ ആര് വേണം? ഒരു സ്രഷ്ടാവ്, ഒരു നിർമ്മാതാവ് വേണം. അപ്പൊ ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്തെടുത്ത, രൂപപ്പെടുത്തിയെടുത്ത, സംവിധാനിച്ചു വെച്ചിരിക്കുന്ന ആ സ്രഷ്ടാവിന് ഈ പറഞ്ഞ തിരുപ്പോന്നനായ ഈ മനുഷ്യനെ ഇതേ രൂപത്തിൽ തന്നെ ഒന്നുകൂടി ഒരു വട്ടം സൃഷ്ടിച്ചു കഴിഞ്ഞു ഓൾറെഡി. നമ്മള് സൂറത്തുൻ നാസിയാത്തിൽ പറഞ്ഞല്ലോ, ആകാശത്തെ സൃഷ്ടിക്കലാണോ അല്ലെങ്കിൽ ഇത്രയും ശക്തമായ ആകാശത്തെ സൃഷ്ടിക്കലാണോ അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കൽ, രണ്ടാമതും സൃഷ്ടിക്കലാണോ അള്ളാഹുവിന് പ്രയാസകരം? ആകാശത്തെ സൃഷ്ടിക്കലാണ്. ഒരു വട്ടം സൃഷ്ടിച്ച മനുഷ്യനെ രണ്ടാമതൊന്നുകൂടി സൃഷ്ടിക്കുക എന്ന് പറയുന്ന അള്ളാഹുവിന് എന്നുവെച്ചാൽ നമുക്ക് തന്നെ ഒരു കാര്യം ഒരു വട്ടം രൂപപ്പെടുത്തിയെടുത്താൽ പിന്നെ രണ്ടാമത് കുറച്ചുകൂടി എളുപ്പത്തിലാണ് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കാൻ പറ്റുമല്ലോ, പെട്ടെന്ന് തന്നെ നിർമ്മിച്ചെടുക്കാൻ പറ്റൂ. ആദ്യത്തെ രൂപമാണ് അല്പം താമസം, രണ്ടാമത്തത് വീണ്ടും അതിനെ കോപ്പി എടുക്കൽ എളുപ്പമാണ്. അപ്പൊ അങ്ങനെയുള്ള റബ്ബിന് ഒരു വട്ടം സൃഷ്ടിച്ച മനുഷ്യരെ രണ്ടാമത് രൂപപ്പെടുത്തൽ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പൊ ഈ ഭൂമിയെ സംവിധാനിച്ച അള്ളാഹുവിന് അത് നിസ്സാരം കഴിയും. ഇനി രണ്ടാമത്തത് വൽ ജിബാല ഔതാദ. ഇതും പലവട്ടം നമ്മൾ പറഞ്ഞതാണ്. പർവ്വതങ്ങളെ അവൻ ഔത്താദ് ആണികളാക്കിയിരിക്കുന്നു. ആണിയുടെ പ്രത്യേകതയും നമ്മൾ പറഞ്ഞു. നമ്മളൊരു ഭിത്തിയിൽ ഒരു ആണി അടിച്ചാൽ ആണിയുടെ 2/3 ഭാഗവും ഭിത്തിക്കുള്ളിലും ഒരു ഭാഗം ഉണ്ടാവില്ല, അതിനേക്കാളും കുറവായിരിക്കും ഭിത്തിക്ക് പുറത്തുണ്ടാവുക. എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാനൊക്കെ നമ്മൾ ആണി അടിക്കുമ്പോൾ. പർവ്വതവും ആണി എന്ന് പറയുമ്പോൾ അതുപോലെയാണ്. ഭൂമിക്ക് മുകളിൽ ഉള്ളതിന്റെ ഇരട്ടി ഭൂമിക്കടിയിലേക്ക് പർവ്വതങ്ങൾ നീണ്ടു നിൽക്കുന്നു. റാസിഹാത്ത് എന്ന് പറയുന്നുണ്ട്, ഉറച്ചു നിൽക്കുന്ന ഈ പർവ്വതങ്ങൾ എന്തിന് അള്ളാഹു ഈ രൂപത്തിൽ ആണി പോലെ സംവിധാനിച്ചു എന്ന് ചോദിച്ചാൽ ലിയല്ലാ തമീദ ബിക്കും, നിങ്ങളെയും കൊണ്ട് ഭൂമി ആടിയുലയാതിരിക്കാൻ. കാരണം ഫൗണ്ടേഷൻ സ്ട്രോങ് ആയില്ല എങ്കിൽ വീട് അല്ലെങ്കിൽ കെട്ടിടം, അതിന്റെ മുകളിൽ നിർത്തിയിരിക്കുന്ന കെട്ടിടം തകർന്നു തരിപ്പണമാവുമല്ലോ, പെട്ടെന്ന് തന്നെ നിലംപതിക്കാൻ സാധ്യതയുണ്ട്. ആ ഭൂമിയുടെ ഫൗണ്ടേഷൻ എന്നുള്ളതാണ് പർവ്വതം എന്നത്. പർവ്വതം അത് ഭൂമിക്കടിയിലേക്ക് മുകളിലുള്ളതിനേക്കാൾ ആ ഫൗണ്ടേഷൻ അല്പം താഴേക്ക് പോന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഭൂമി ആടിയുലയാതെ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത്. ആ പർവ്വതമാണ് ലോകാവസാന സന്ദർഭത്തിൽ ഖുർആൻ തന്നെ പറയുന്നത് എന്താ, കെസീബം മഹീല എന്നൊക്കെ പറഞ്ഞ് ധൂളിയായ പൊടി പോലെ ആയിത്തീരും. പൊടി പോലെ ആയിത്തീർന്നാൽ പർവ്വതം ഭൂമിയുടെ അടിസ്ഥാനമായ അസ്ഥിവേരായ പർവ്വതങ്ങൾ പൊടിയായി കഴിഞ്ഞാൽ പിന്നെ ഭൂമിക്ക് എന്ത് നിലനിൽപ്പാ ഉള്ളത്? ഫൗണ്ടേഷൻ തകർന്നാൽ വീട് തകർന്ന് വീഴുന്നത് പോലെ ഭൂമിയും തകർന്ന് വീഴാൻ തുടങ്ങും ലോകാവസാനം. അപ്പോൾ പർവ്വതത്തെ അല്ലാഹു എന്താക്കി? ആണിയാക്കി. 3 വഖലഖനാകും അസ്വാജ. ഖലഖനാകും അസ്വാജ, നിങ്ങളെ അല്ലാഹു ഇണകളാക്കിയിരിക്കുന്നു. സൗജുകളാക്കിയിട്ടാണ് സൃഷ്ടിച്ചത്. ഇണകൾ എന്നാണ് പറഞ്ഞത്, ഇണകൾ. അപ്പോൾ സ്ത്രീയെയും പുരുഷനെയും അല്ലാഹു ഇണകളാക്കിയിരിക്കുന്നു. രണ്ടും 2 സൃഷ്ടികളല്ല, ആണോ? 2 സൃഷ്ടികളാണോ? അപ്പോ ലിബറലിസ്റ്റ് വാദം പോലെ ആവോ? അപ്പോൾ തണലാണ് കുടുംബമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണല്ലോ. അപ്പോ ആണും പെണ്ണും, സ്ത്രീയും പുരുഷനും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഇണയായിട്ടാണ്. ഇനി മൂന്നാമതൊരു, ഇപ്പോ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു ഭാഗം അവർ പൊതുവായി രൂപപ്പെടുത്തി എടുക്കുന്നുണ്ട് എങ്കിൽ പോലും ഇസ്ലാമിക അടിസ്ഥാനത്തിൽ അവരുടെ ലിംഗം ആണിനോടാണോ പെണ്ണിനോടാണോ സാമ്യതയുള്ളത് എന്നത് നോക്കിയിട്ടാണ് അവരുടെ കർമ്മശാസ്ത്രം ഇസ്ലാം രൂപപ്പെടുത്തിയിരിക്കുന്നത്. വെച്ചാൽ മൂന്നാമതൊന്ന് ഇസ്ലാമിലില്ല. ഒന്നുകിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. മൂന്നാമതൊന്നും ഇസ്ലാമിലില്ല എന്നത് തന്നെയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോഴും ഇപ്പോഴുള്ള നിലവിലുള്ള വാദം അനുസരിച്ച് ലിംഗസമത്വം എന്നതാണോ ലിംഗനീതിയാണോ വേണ്ടത് എന്ന് ചോദിച്ചാലോ, ആണിനും പെണ്ണിനും അവർ അമലുകൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു വ്യത്യസ്ത പ്രതിഫലമല്ല നൽകുക, ഒരേ പ്രതിഫലമാണ് നൽകുക.
വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നോക്കുമ്പോൾ അവർക്ക് ഇരുവർക്കും ഒരേ പ്രതിഫലം തന്നെയാണ്, ഒരേ പ്രവർത്തനം ചെയ്തവർക്കുള്ള. അവിടെ അള്ളാഹു ആരോടും അനീതി കാണിക്കുന്നവനല്ല. അവിടെ എന്തുണ്ട്? നീതിയുണ്ട്, സമത്വമുണ്ട്. പക്ഷേ അവരുടെ ശാരീരിക പ്രകൃതിയിൽ, മാനസികമായ ചിന്താ രീതികളിലുമൊക്കെ ഇരു കൂട്ടരെയും അള്ളാഹു വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ വ്യത്യസ്തമായി സൃഷ്ടിക്കപ്പെട്ട അള്ളാഹുവിന്റെ സൃഷ്ടികൾ ഭൂമിയിൽ അതേപോലെ ആ വ്യത്യസ്തത അനുസരിച്ച് തന്നെയാണ് ജീവിക്കേണ്ടത്. അവിടെ സമത്വം വേണം എന്ന് വാദിച്ചാൽ അതാണ് ഏറ്റവും വലിയ ബ്ലണ്ടർ. മൃഗങ്ങളെ അള്ളാഹു പലതും, ഇപ്പൊ പൂച്ചയുടെ ജ്യേഷ്ഠനാണ് കടുവ എന്ന് പറയാറുണ്ടല്ലോ, അല്ലേ? കടുവയല്ലേ? പുലി. അപ്പൊ അത് രണ്ടിനും ഒരേ സമത്വം വേണം എന്ന് വാദിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? രണ്ടിനും സമത്വം വേണം. പൂച്ചയുടെ അതേ പരിഗണനയാണ് പുലിക്ക് കൊടുക്കാവുള്ളൂ, കടുവയ്ക്ക് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ കടുവയ്ക്ക് കൊടുക്കുന്ന അതേ പരിഗണന പൂച്ചയ്ക്ക് കൊടുക്കണം എന്ന് പറയുന്നത് പോലെയാണ്. കാരണം ഒന്ന് ചെറുതാണ് മറ്റൊന്ന് വലുതാണ് എന്നുള്ള അർത്ഥത്തിലല്ല, സൃഷ്ടിപ്പിന്റെ വ്യത്യാസത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അള്ളാഹു ഇവിടെ ഇണകളായി മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ മനുഷ്യർ ആണും പെണ്ണും ഇണകളായി ജീവിക്കേണ്ടവരാണ്. അവർ ഇണകളായി ജീവിക്കുക, ആ വസ്തുത ലോകാവസാനം വരെയും നിലനിൽക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ആദം നബിയെ സൃഷ്ടിച്ചാൽ ഹവ്വയെ അള്ളാഹു സൃഷ്ടിക്കേണ്ടതില്ലായിരുന്നു. മിൻ നഫ്സിൻ വാഹിദ എന്ന് പറഞ്ഞിട്ട് ഖലഖ മിൻഹാ സൗജഹ എന്ന് കൂടി എടുത്തു പറഞ്ഞു. ഒരൊറ്റ ആത്മാവിൽ നിന്നും അഥവാ ആദമിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ച അള്ളാഹു അതേ ആദമിൽ നിന്നും അവന്റെ ഇണയെ കൂടി സൃഷ്ടിച്ചതിന് ശേഷമാണ് ഭൂമിയിലേക്ക് നിയോഗിച്ചത്. വെച്ചാൽ കുടുംബം എന്നത് അല്ലെങ്കിൽ ഇണകൾ എന്നുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്. അത് അള്ളാഹു സംവിധാനിച്ച അടിസ്ഥാന സംവിധാനങ്ങളിൽ ഒന്നാണ്. അപ്പൊ അത് എല്ലാവരും അംഗീകരിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചാൽ മതി. മനുഷ്യരെ കുറിച്ച് ചിന്തിക്കാം. എന്തുകൊണ്ട് അള്ളാഹു ആണിനെയും പെണ്ണിനെയും വ്യത്യസ്ത രൂപത്തിൽ സംവിധാനിച്ചു സൃഷ്ടിച്ചു എന്നതിനെ കുറിച്ച് ആലോചിക്കുക. അതിലൊക്കെ ഒരുപാട് പാഠങ്ങൾ മനുഷ്യനുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ലിംഗസമത്വം ബാധിക്കുന്നിടത്താണ് ഇസ്ലാമിക കുടുംബ വ്യവസ്ഥയെ തകർക്കുന്നത്. ഇസ്ലാമിക കുടുംബ വ്യവസ്ഥയെ എന്ന് മാത്രമല്ല, പടച്ചവന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കൽ കൂടിയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കലാണ് അത്. അങ്ങനെ മാറ്റിമറിക്കാൻ ശ്രമിച്ചിടത്താണ് അള്ളാഹു കൈകാര്യം ചെയ്യുന്നത്. ഏത് സമുദായത്തെ? ലൂത്ത് നബിയുടെ സമുദായത്തെ. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കാൻ ശ്രമിച്ചപ്പോൾ അതാണ് ഇന്ന് നിലവിൽ നിൽക്കുന്ന വാദങ്ങൾ പോലെ. എന്താ? മൈ ബോഡി മൈ ചോയ്സ് മൈ റൈറ്റ്സ് എന്ന് പറയുന്ന വാദം ആദ്യമായി ലോകത്ത് ആവിഷ്കരിച്ചത് ലൂത്ത് നബിയുടെ ജനത. ഇപ്പോഴത്തെ ലിബറലിസ്റ്റുകളല്ല ഈ വാദം. ഞാൻ പറഞ്ഞു തോന്നല്ലേ? ഈ വാദം ആദ്യമായി ആവിഷ്കരിച്ചത് ആധുനിക കാലഘട്ടത്തിലെ ലിബറലിസ്റ്റുകളല്ല, ലൂത്ത് നബിയുടെ ജനതയാണ്. ആ ജനത അങ്ങനെ ആവിഷ്കരിച്ച ലൂത്ത് നബി പലവട്ടം അവരെ ആവർത്തിച്ച് ഉണർത്തിയിട്ടും അവർ ആ വാദത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോയില്ല എന്ന് മാത്രമല്ല, സ്വന്തം ഭാര്യ തന്നെ ഒറ്റിക്കൊടുക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അള്ളാഹു 3 വിധത്തിലാണ് അവരെ ശിക്ഷിച്ചത് എന്നാണ്. 3 വിധത്തിൽ. ഒന്ന്, അവരുടെ കണ്ണുകൾ അള്ളാഹു മായ്ച്ചു കളഞ്ഞു. മലക്കുകൾ യുവാക്കളായ ആണുങ്ങളുടെ വേഷത്തിൽ ലൂത്ത് നബിയുടെ വീട്ടിൽ നിന്നപ്പോൾ അവരൊക്കെ കടന്നു വന്നപ്പോൾ അള്ളാഹു അവരുടെ മുഖത്ത് കണ്ണില്ലാത്ത മുഖങ്ങളാക്കി. രണ്ടാമത്, അവരെ ചരൽക്കല്ലുകൾ വർഷിപ്പിച്ചു, അവർക്ക് മേൽ ചരൽക്കല്ലുകൾ വർഷിപ്പിച്ചു. മൂന്നാമത്തെ ശിക്ഷയായിരുന്നു അവരെ ജഅല ആലിയഹ സാഫിലഹ എന്ന് പറഞ്ഞ് കീഴ്മേൽ മറിച്ചു. അതാണെന്നും ചാവുകടലായി ഒരു ദൃഷ്ടാന്തമായിട്ട് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്ന ഒരു പാഠമായിട്ട്. അപ്പൊ അങ്ങനെയുള്ള വാദങ്ങൾ ഇന്നും ഉയർന്നു വരുമ്പോൾ അതിനെ നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അതുപോലുള്ള ശിക്ഷ അധിക വിദൂരമായിരിക്കില്ല ചിലപ്പോൾ വന്ന് ഭവിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് എന്താ? മനുഷ്യനെ, ആണിനെയും പെണ്ണിനെയും ഇണകളാക്കിയാണ് സൃഷ്ടിച്ചത്. ആ ഇണകൾ സൗജി എന്നിടത്ത് ഒന്നിനു മേൽ മറ്റൊന്നിന് ആധിപത്യം എന്നുള്ള അർത്ഥത്തിലല്ല, പരസ്പര സ്നേഹത്തോടുകൂടി, അല്ലെ, അനുകമ്പയോടുകൂടി, വാത്സല്യത്തോടുകൂടി, സഹാനുഭൂതിയോടുകൂടി പരസ്പരം ഇടപഴകേണ്ടതാണ്. ലിയസ്കുന ഇലൈഹ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സമാധാനം കണ്ടെത്തേണ്ട ഒരിടം, അല്ലെ? വീട്ടിൽ ചെന്നിട്ട് പോലും വീട്ടിൽ വന്നിട്ട് പോലും സമാധാനം ഇല്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതാണ് മസ്കൻ സെക്കൻ എന്നൊക്കെ പറയുന്നതാണ്. സമാധാനവും ശാന്തിയും എല്ലായിടത്തും ജോലി തിരക്കുകളും പല ആവശ്യങ്ങളുമായും കറങ്ങി തിരിഞ്ഞ് അവസാനം സ്വന്തം മസ്കനിലേക്ക്, വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ സമാധാനം കിട്ടണം. ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും, ഭർത്താവിന് ഭാര്യയിൽ നിന്നും, മക്കൾക്കും ഒക്കെ സമാധാനം കിട്ടുമ്പോഴാണ് അത് ഇസ്ലാമിക വ്യവസ്ഥയിൽ ഈ പറഞ്ഞ രൂപത്തിൽ പരസ്പര സൗജകളാവുള്ളൂ, ഒരു കുടുംബം ആവുള്ളൂ എന്ന്. അപ്പൊ അതാണ് മൂന്നാമത്തത്. 3 നാലാമത്തെ ഇതും മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത് പോയതാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഉറക്കത്തെ അള്ളാഹു വിശ്രമ വേളയാക്കിയിരിക്കുന്നു. ഉറക്കം വിശ്രമ വേളയാക്കി അള്ളാഹു മാറ്റിയിരിക്കുന്നു. ഉറക്കം എന്ന് പറയുന്നത്
എന്താ ഒരു അനുഗ്രഹമാണോ? അനുഗ്രഹമായിട്ട് പറയാൻ പറ്റുമോ? ഉറക്കം. കാരണം അള്ളാഹുവിന്റെ മനുഷ്യ ശരീര പ്രകൃതം അനുസരിച്ച് ഉറങ്ങാത്ത ഒരാള് നമ്മളൊന്ന് നിരീക്ഷാ മതി. രാത്രി ഉറങ്ങാത്ത ഒരാളിന്റെ പകലിന്റെ അവസ്ഥ നോക്കി കഴിഞ്ഞാലേ കണ്ണുകൊഴിഞ്ഞ് മുഖത്തൊക്കെ അതിന്റെ ക്ഷീണവും മ്ലാനതയും വ്യക്തമായി. ഒന്ന് ചിലപ്പോൾ എഴുന്നേറ്റ് നേരെ ആരോഗ്യപൂർവ്വം നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തിലൊക്കെ ആയിരിക്കും അവർ നിൽക്കുക. നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മദ്യപിച്ച ആളുകളെ പോലെ ആയിരിക്കും, ആടി ഒലഞ്ഞ് വീഴാൻ തുടങ്ങും. അപ്പൊ ആ അവസ്ഥയായിരിക്കും ഉറക്കം നഷ്ടപ്പെട്ടു പോയ ഒരാളിന്റെ അവസ്ഥ. അപ്പൊ അള്ളാഹു ഉറക്കത്തെ നിങ്ങൾക്കൊരു വിശ്രമ വേളയാക്കിയിരിക്കുന്നു. കാരണം പകലിൽ നിങ്ങൾ ജോലിയിലായിരുന്നു, തിരക്കിലായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സൂറത്ത് മുസമ്മിലിൽ പറയുന്നുണ്ട്, ഇന്നലക ഫിന്നഹാരി സബഹൻ തുവീല, നിനക്ക് പകലിൽ ഭാരിച്ച ദീർഘമായ ജോലി തിരക്കുണ്ട് പകലിൽ. അത് പ്രബോധനത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടെ രാത്രി ഉറങ്ങാനല്ലോ പറഞ്ഞത്, രാത്രി കുറച്ചുറങ്ങിയിട്ട് ബാക്കി എഴുന്നേറ്റ് നിസ്കരിക്കാനാണ് പറഞ്ഞത്. അത് വേറൊരു സംഗതി. രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുക, കുറച്ചുറങ്ങുക. ആ ഉറക്കം നമ്മുടെ ഇവിടെ കൈലൂലത്തിന്റെ ഉറക്കം എന്ന് പറയാറുണ്ടല്ലോ. കൈലൂലത്ത് എന്താ? കൈലൂലത്തിന്റെ ഉറക്കം, കൈലൂലത്തിന്റെ ഉറക്കം കേട്ടില്ലേ? ഉച്ചയുറക്കം ഉണ്ടല്ലോ. ഉച്ചയുറക്കം സുന്നത്താണല്ലോ. അപ്പൊ എല്ലാവരും ഉച്ചയ്ക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുക, എന്നിട്ട് 5 മണിക്ക് 6 മണിക്ക് എഴുന്നേൽക്കുക എന്നതാണോ ഉച്ചയുറക്കം? കൈലൂലത്തിന്റെ ഉറക്കം സുന്നത്താണ്. പക്ഷെ ആർക്ക്? കൈലൂലത്തിന്റെ സമയത്തെ കുറിച്ച് പറയുന്നത് ളുഹ്ർ നമസ്കാരത്തിന് മുമ്പ് ഒരു മണിക്കൂറിൽ താഴെയുള്ള ഒരു സമയം ഒന്ന് മയങ്ങാം. ളുഹ്ർ നമസ്കാരത്തിന് ശേഷം ഉറങ്ങാൻ ശ്രമിച്ചാൽ പിന്നീട് എഴുന്നേക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ളുഹ്ർ നമസ്കാരത്തിന് മുമ്പ് ജസ്റ്റ് 1 മണിക്കൂർ, മാക്സിമം 1 മണിക്കൂർ, 20 മിനിറ്റ് 30 മിനിറ്റ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പല ആളുകൾ. ആ സമയം ഒന്ന് ഉറങ്ങാം. പക്ഷെ ആർക്ക് സുന്നത്താകുന്നത്? ആർക്കാണത് സുന്നത്താകുന്നത്? എല്ലാവർക്കും സുന്നത്താകുമോ? ഇല്ല. രാത്രിയിൽ ഈ പറഞ്ഞ രൂപത്തിൽ തഹജ്ജുദിന് 3 രക്കഅത്ത് എഴുന്നേറ്റ് ദീർഘമായി നിന്ന് തഹജ്ജുദ് അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്ന ആളുകൾക്കാണ് കൈലൂലത്തിന്റെ ഉറക്കം സുന്നത്താക്കി. അല്ലാത്തവർക്ക് എന്തുറക്കം? രാത്രിയുള്ള പോത്ത് കിടന്നിറങ്ങിയിട്ട് അവർക്ക് നമസ്കാരം ഈ പറഞ്ഞ ഉറക്കം സുന്നത്താവില്ലല്ലോ. അപ്പൊ അതാണ് ആ ഉറക്കം. അപ്പോ രാത്രിയിലുള്ള ദീർഘമായി നമസ്കരിക്കുന്ന ആളുകൾക്ക് പോലും അവർക്ക് തുടർച്ചയായി പകലിൽ പണിയെടുക്കാൻ, വർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കൈലൂലത്തിന്റെ ഉറക്കം പോലും റസൂൽ സുന്നത്താക്കി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞത്. അപ്പൊ ഉറക്കം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. പക്ഷെ ഉറങ്ങേണ്ടതിന് അള്ളാഹ് നിശ്ചയിച്ച സമയമുണ്ട്. ആ സമയം ഉറങ്ങണം. ശരീരത്തിന് ആവശ്യമായ സമയം ഉറങ്ങണം. ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ട് നിസ്കാരം പോലും പാടില്ല എന്നാ. ഫർളല്ല കേട്ടോ, സുബഹിയെ കുറിച്ചല്ല പറയുന്നത്. സുബഹി നിസ്കാരത്തെ കുറിച്ചല്ല പറയുന്നത്, സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് രാത്രി നമസ്കാരത്തെ കുറിച്ചാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സൈനബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ 2 തൂണിൽ കയറ് കെട്ടിയിട്ടിരിക്കുന്നു. അപ്പൊ ഇത് ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ സൈനബ് കെട്ടിയിട്ടതാണ് എന്ന് പറഞ്ഞു. എന്തിനു കെട്ടിയിട്ടു എന്ന് ചോദിച്ചപ്പോൾ രാത്രിയിൽ ദീർഘമായി നിസ്കരിച്ച് കാലൊക്കെ ഒന്ന് കുഴഞ്ഞ് വീണു പോകാറാകുമ്പോൾ കയറിൽ പിടിച്ചിട്ട് വീണ്ടും നിന്ന് നിസ്കരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം കയറഴിക്കുക, നിങ്ങൾ ഉന്മേഷത്തോടെ നിൽക്കുമ്പോൾ നമസ്കരിക്കുക, ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ ഉറങ്ങുക. ക്ഷീണിച്ച് നിസ്കരിക്കേണ്ടതില്ല. അപ്പൊ അങ്ങനെ ക്ഷീണിച്ച് അവശമായ രാത്രി ദീർഘമായിട്ടൊക്കെ നിസ്കരിക്കുമ്പോൾ അത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഫർദ് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകരുത്. രാത്രി തഹജ്ജുദൊക്കെ ദീർഘമായിട്ട് നിസ്കരിച്ചു എന്നിട്ട് സുബഹിയുടെ സമയത്ത് കിടന്നുറങ്ങാം. അതും പറ്റില്ലല്ലോ. അത് സുബഹിക്ക് മുമ്പ് അവസാനിക്കും വിധത്തിലാണ് ആ നമസ്കാരം ഷെഡ്യൂൾ ചെയ്യേണ്ടതെന്നാ. സുബഹിക്ക് മുമ്പ് അവസാനിക്കും, എന്നിട്ട് ഒരു 5-10 മിനിറ്റ് സുബഹിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അപ്പൊ ഉറക്കത്തെ നിങ്ങൾക്ക് വിശ്രമമാക്കി. ലിബാസ, രാത്രിയെ നിങ്ങൾക്ക് ലിബാസ് എന്ന് വെച്ചാൽ വസ്ത്രം അല്ലെങ്കിൽ ഒരു മൂടി, ഒരു ആവരണമാക്കി തീർത്തിരിക്കുന്നു. അപ്പൊ പകലിലെ വെളിച്ചത്തിൽ നിന്നും അതിനുശേഷം പറയുന്നുണ്ട് പകലിനെ നിങ്ങൾക്ക് ജീവിതോപാധികൾ തേടുന്നതിന് വേണ്ടുന്ന സന്ദർഭവും ആക്കിയിരിക്കുന്നു. അപ്പൊ പകലാണ് ജോലി തിരക്കുകളിൽ ഏർപ്പെടേണ്ട സമയം.
രാത്രി എന്നുള്ളത് പകലിനെ ആവരണം ചെയ്തിരിക്കുന്ന, മറച്ചു വെക്കുന്ന, വെളിച്ചത്തെ മറയ്ക്കുന്ന ആ ഒരു വസ്ത്രമായിട്ടാണ് രാത്രിയെ കണക്കാക്കിയിരിക്കുന്നത്. ആ സമയത്ത് ശരീരം വിശ്രമം തേടും. കാരണം കൂടുതലായി അധ്വാനിക്കുമ്പോൾ ശരീരം വിശ്രമം തേടും. പകലിൽ ആക്റ്റീവായിരുന്ന സർവ്വതും വിശ്രമത്തിലേക്ക് മടങ്ങും. അല്ലേ? എല്ലാ മൃഗങ്ങളും പക്ഷികളും ഉൾപ്പെടെയുള്ള മരുവിന്റെ സമയത്തുണ്ടല്ലോ പക്ഷികളൊക്കെ. ഇപ്പൊ പിന്നെ പക്ഷികളെ തന്നെ കാണുന്ന കുറവാണ്. കാക്കകളും പക്ഷികളും ഒക്കെ മരങ്ങളിലേക്ക് അഭയം തേടി പോകുന്നൊരു സന്ദർഭമുണ്ട്. ആ വൈകുന്നേര സന്ദർഭങ്ങൾ, അത് രാവിലെ സുബഹി കഴിഞ്ഞുള്ള സമയത്ത് എല്ലാം അന്നം തേടി പുറപ്പെടുകയും ചെയ്യും. അതാണ് ശരിക്കും പ്രപഞ്ചത്തിന്റെ ഒരു സുന്നത്തതാണ്. അള്ളാഹു സംവിധാനിച്ചൊരു സുന്നത്തതാണ്. എല്ലാ ജീവജാലങ്ങളും പകലിൽ മആഷിന് വേണ്ടി പുറപ്പെടും. അന്നത്തിന് വേണ്ടി, ജീവിതോപാധികൾ തേടുന്നതിന് വേണ്ടി പകലിൽ പുറപ്പെടുക. രാത്രി അത് കൂടണയുക, വിശ്രമത്തിന് വേണ്ടി കൂടണയുക. എന്നിട്ട് നന്നായിട്ട് വിശ്രമിക്കുക. ഇതിങ്ങനെ എല്ലാ ദിവസവും മാറി മാറി ആവർത്തിച്ച് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിലൊക്കെ അള്ളാഹുവിന്റെ സുന്നത്തുണ്ട് എന്നാണ് ഓരോന്നും പറഞ്ഞു വരുന്നത്. പടച്ചവന്റെ ശക്തിയും കഴിവുമാണ് ഇതിന്റെ ഒക്കെ പിന്നിലുള്ളത് എന്നാണ്. എന്നിട്ട് നിങ്ങൾക്ക് മുകളിൽ അതീവ ശക്തമായ ഏഴ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല. 7 ആകാശങ്ങൾ, സപ്തവാനങ്ങൾ നാം സൃഷ്ടിച്ചിരിക്കുന്നു, നിർമ്മിച്ചിരിക്കുന്നു. ബനൈന, അപ്പൊ നിങ്ങൾക്ക് മുകളിൽ ശക്തമായ 7 ആകാശങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. ആ 7 ആകാശങ്ങൾ ഇന്നേ വരെ തകർന്നു വീണിട്ടില്ല, തകർന്നു തരിപ്പണമായിട്ടില്ല. വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി, തലമുറകൾ കഴിഞ്ഞുപോയി. ആകാശം ഇങ്ങനെ നിൽക്കുന്നു. മനുഷ്യൻ, നോടും പറഞ്ഞില്ല, മനുഷ്യൻ നിർമ്മിക്കുന്ന ഏതൊരു വസ്തുവിനും ഫൗണ്ടേഷൻ വേണം, അതിന് തൂണുകൾ വേണം, അല്ലെങ്കിൽ ഭിത്തികൾ വേണം. പക്ഷേ ആകാശത്തിന് ഭിത്തികളില്ലാതെ, തൂണുകളില്ലാതെ, അസ്ഥിവാരം, അടിസ്ഥാനമില്ലാതെ അള്ളാഹുദേ ഇങ്ങനെ ഒരു മേലാപ്പാക്കി, മേൽക്കൂരയാക്കി, ശക്തമായ, അതും 7 സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ശാസ്ത്രം പോലും തെളിയിച്ച സംഗതികളുമാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ അള്ളാഹുവിന്റെ ശക്തിയും കരങ്ങളും ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. വജഅൽനാ സിറാജം വഹാജ, വജഅൽന, എന്നിട്ടോ ജ്വലിക്കുന്ന വിളക്കിനെ അവൻ സ്ഥാപിക്കുകയും ചെയ്തു. സിറാജ് വിളക്കാണ്. വഹാജ എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്നത്, പ്രകാശമുള്ളതും ചൂടുള്ളതും എന്ന അർത്ഥമാണ് വഹാജ് എന്ന് പറഞ്ഞാൽ. വെറും പ്രകാശം മാത്രമല്ല, പ്രകാശത്തിന് ചൂടുമുണ്ട്. ചൂടും പ്രകാശവും കൂടി ചേർന്ന സൂര്യനെ, വിളക്ക് എന്നത് സൂര്യനെ അള്ളാഹു ആ ആകാശത്തിൽ സംവിധാനിച്ചു. ആ സൂര്യന്റെ അകലത്തെ കുറിച്ചൊക്കെ തന്നെ പറയുന്നുണ്ട്. അത്ര 9.5 കോടി മൈൽ അകലെയാണ് ഭൂമിയിൽ നിന്നും സൂര്യൻ നിൽക്കുന്നതെന്നാണ്. 9,35,00,000 മൈൽ അകലെ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത്രയും ആണ് 9,35,00,000 എന്ന് പറഞ്ഞാൽ അത്രയും മൈൽ അകലെ നിൽക്കുന്ന സൂര്യൻ. ആ സൂര്യന്റെ ചൂട് തന്നെ നട്ടുച്ചയ്ക്ക് ചേർത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ സൂര്യനാണ് ഒരു ചാണകലെ പരലോകത്ത് വന്ന് നിൽക്കും എന്ന് പറയുന്നത്. അതിന്റെ വലിപ്പം തന്നെ ഈ പറഞ്ഞ 30-35 ലക്ഷത്തിലധികം, 35 ലക്ഷം തന്നെയാണ് തോന്നുന്നത്, അതിലധികം ഭൂമിയേക്കാളും വിസ്തീർണമുണ്ട് ഭൂമിയേക്കാളും. അപ്പൊ അത് ആ സൂര്യനൊന്നും ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ സൂര്യന്റെ ഒരംശത്തൊരു അറ്റത്ത് നിൽക്കേ ഉള്ളൂ ഭൂമി. സൂര്യൻ മുകളിൽ നിന്ന് അടർന്നു വീണാൽ സൂര്യന്റെ ചെറിയൊരു അറ്റത്ത് നിൽക്കാനേ ഭൂമി ഉള്ളൂ, അത്രയും ഭൂമിക്ക് വലിപ്പമുള്ളൂ. അങ്ങനെ നിൽക്കുന്ന സൂര്യൻ, ആ സൂര്യൻ ഇത്രയും അകലത്തിൽ അള്ളാഹു സംവിധാനിച്ചത് കൊണ്ടാണ് നമുക്ക് ചൂട് ആവശ്യത്തിന്, തണുപ്പ് ആവശ്യത്തിന്, അല്ലെ, ശൈത്യകാലവും ഉഷ്ണകാലവും ഒക്കെ ആവശ്യത്തിന് കിട്ടുന്നത് സൂര്യനും ഭൂമിയും തമ്മിൽ ഇത്രത്തോളം അകലമുള്ളത് കൊണ്ടാണ്. ആ സൂര്യൻ ഭൂമിയോട് കൂടുതൽ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഭൂമിയിൽ മനുഷ്യവാസത്തിന് സാധ്യതയില്ലാതെ പോകും. അത്രത്തോളം അള്ളാഹു ഭൂമിയെയും സൂര്യന്റെയും ആ മൈലുകളുടെ അകൽച്ച പോലും കൃത്യമായി നിർണയിച്ചു വെച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ ആ പ്രകാശവും, സൂര്യപ്രകാശം ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ പര്യാപ്തമാണ്, അല്ലെങ്കിൽ യോഗ്യമാണ്. സസ്യങ്ങൾ മുളയ്ക്കാൻ, മൃഗങ്ങൾക്ക് ജീവിക്കാൻ. ഇനി കടലിലും പുഴയിലും അരുവികളിലും ഒക്കെ വെള്ളം, കിണറിലും ഒക്കെ വെള്ളത്തിന്റെ നിലനിൽപ്പ് പോലും ഈ പറഞ്ഞ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ അകലത്തേക്കാൾ കുറച്ചുകൂടി അടുപ്പത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് എങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല, മൃഗങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, സസ്യങ്ങളും മുളയ്ക്കില്ല, കുടിവെള്ളം കിട്ടില്ല. ഇതൊന്നും കിട്ടാത്ത അവസ്ഥയിലേക്ക്, ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മളിപ്പോ ജീവിക്കുന്ന ഈ ഒരു കാലാവസ്ഥ ഒട്ടും കിട്ടാത്ത ഒരു പശ്ചാത്തലത്തിലേക്ക് വരും. അതാണ് സൂര്യന്റെ പ്രത്യേകത. അങ്ങനെ കത്തിച്ചൊലിക്കുന്ന ചൂടുള്ള സൂര്യനെ അള്ളാഹു സംവിധാനിച്ചു.
എന്നിട്ടോ വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ, നല്ല ശുദ്ധമായ നല്ല തണുപ്പുള്ള വെള്ളം മേഘങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് ഇറക്കിത്തരുന്നു. മേഘങ്ങളിൽ നിന്നും മഴ വർഷിപ്പിച്ചു നൽകുന്നു. മേഘത്തിന്റെ മഴ എങ്ങനെയാണ് വർഷിക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് കേട്ടിട്ടുള്ള അറിയാവുന്നതാണല്ലോ. അപ്പോൾ ആ മേഘത്തിൽ നിന്നും അള്ളാഹു നല്ല ശുദ്ധമായ വെള്ളം, അല്ലെ, കടലിൽ നിന്നും നീരാവിയായി ഉയർന്നു പോകുന്ന ഉപ്പ് രസമുള്ള വെള്ളം മഴയായി വർഷിക്കുമ്പോൾ കുടിക്കാൻ പാകത്തിനുള്ള ഒരു ഉപ്പ് രസവും ഇല്ലാത്ത നല്ല ശുദ്ധമായ വെള്ളമായിട്ടാണ് ഭൂമിയിലേക്ക് മഴയായി വർഷിക്കുന്നത്. അപ്പൊ ആ രൂപത്തിൽ അള്ളാഹു മേഘങ്ങളിൽ നിന്നും മഴ വർഷിപ്പിക്കുന്നു. ഇതൊക്കെ എന്തിനാ? ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത, നിങ്ങൾക്ക് ധാന്യങ്ങൾ, സസ്യങ്ങൾ, വജന്നാത്തിൻ അൽഫാഫ, ഇടതൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങൾ, ഇവയൊക്കെയും നിങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ശുദ്ധമായ ജലം അള്ളാഹു മഴയായി വർഷിപ്പിച്ച് നൽകുന്നത്. അപ്പോൾ മനുഷ്യന് വേണ്ടി മാത്രമല്ല, സസ്യങ്ങൾ മുളയ്ക്കാൻ, ധാന്യങ്ങൾ മുളയ്ക്കാൻ, നല്ല തോട്ടങ്ങൾ രൂപപ്പെടാനൊക്കെയാണ് അള്ളാഹു മഴ വർഷിപ്പിച്ച് നൽകിയിരിക്കുന്നത്. അപ്പോൾ പരലോക നിഷേധികളോട് അള്ളാഹു എണ്ണിപ്പറയുന്ന കുറെ ദൃഷ്ടാന്തങ്ങളാണ് ഈ പറഞ്ഞത്. ഭൂമി, പർവ്വതങ്ങൾ, അല്ലെ, ഇണകളായി മനുഷ്യനെ സൃഷ്ടിച്ചത്, ഉറക്കം, രാത്രി, പകൽ, 7 ആകാശങ്ങൾ, വിളക്കായി സൂര്യൻ, മേഘത്തിൽ നിന്ന് വരുന്ന മഴ, ഇത്രയും കാര്യങ്ങളാണ് സൂറത്ത് നബയിൽ അള്ളാഹു പറയുന്നത്. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും സ്വമേധയാലോ ഏതെങ്കിലും മനുഷ്യരാലോ ഇനി ഏതെങ്കിലും കൂട്ടായ്മയാലോ രൂപപ്പെടുത്താനോ നിർണയിക്കാനോ നിയന്ത്രിക്കാനോ കഴിയുന്നതല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടും. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ പിന്നിൽ ഏത് ശക്തിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാവണമല്ലോ. ഏത് ശക്തിയാണ് അത് ഈ പറയുന്ന വിഗ്രഹങ്ങളാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഏതോ അദൃശ്യമായ കരങ്ങളാണ്, പക്ഷെ അത് പടച്ചവന്റേതാണെന്ന് മാത്രം. അപ്പോ മനുഷ്യൻ ആരാധിച്ചു പോരുന്ന ഏതൊക്കെയോ ചില വസ്തുക്കളും ജീവജാലങ്ങളും മനുഷ്യരും ഉൾപ്പെടുന്ന പലതുമാണ് എന്ന് വാദിച്ചു കഴിഞ്ഞാൽ അവർ പുതുതായി എന്തെങ്കിലും സൃഷ്ടിച്ചതായിട്ടോ അല്ലെങ്കിൽ അവർക്ക് പ്രത്യക്ഷമായി മനുഷ്യരുടെ കൺമുന്നിൽ വെച്ച് എന്തെങ്കിലും പുതിയ ഒരു സംഗതി രൂപപ്പെടുത്താനോ കഴിയുമോ എന്ന് വാദിച്ചു കഴിഞ്ഞാൽ അതും കഴിയില്ല. പിന്നെ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ സിഹർ കാണിച്ച ആളുകളെ പോലെ എന്തെങ്കിലുമൊക്കെ കാണിക്കണം. അതും ഇന്ദ്രജാലമാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന സംഗതിയുമാണ്. അപ്പൊ അതൊന്നും അല്ലല്ലോ ഈ പറഞ്ഞ ആകാശവും മഴയും ഭൂമിയും പർവ്വതങ്ങളും മനുഷ്യരുടെ ശരീരവും എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ എന്തെങ്കിലും നിസ്സാരമായ മജീഷ്യന്മാര് കാണിക്കുന്നത് പോലെയുള്ള ഒരു ഇന്ദ്രജാല കിട്ടുമല്ല. അപ്പൊ പിന്നെ ഇതിന്റെ പിന്നിൽ അതീവ ശക്തനായ ഇബ്രാഹിം നബി കണ്ടെത്തിയതുപോലെ, അല്ലെ, ഒരു ശക്തനായ ദൈവത്തിന്റെ കരങ്ങൾ ഇതിന് പിന്നിൽ വേണം. അതാണ് അള്ളാഹു എന്ന് പറയുന്നത്. ആ അള്ളാഹുവിന് ഇതൊക്കെ സംവിധാനിക്കാനും നിയന്ത്രിക്കാനും സാധ്യമാകുമെങ്കിൽ പിന്നെ എന്ത് അസാധ്യം? എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടാവോ? അള്ളാഹുവിന് ഒന്നും അസാധ്യമായിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ വ്യത്യസ്ത അഭിപ്രായം വെച്ച് പുലർത്തുന്ന ഉയർത്തെഴുന്നേൽപ്പ്, പുനർജന്മ വിശ്വാസത്തിൽ നിങ്ങൾ വെച്ച് പുലർത്തുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളൊന്നും ശരിയല്ല. അള്ളാഹുവിന് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഇതേ രൂപത്തിൽ, ഇതേ ശരീരത്തിൽ, പിന്നെ പ്രായത്തിലാണ് ഒരു വ്യത്യാസം പറയുന്നത്, എല്ലാവരും നല്ല യുവത്വത്തിലായിരിക്കും എന്നുള്ളൊരു വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതേ ആത്മാവോടുകൂടി ഇതേ ശരീരത്തിൽ നിങ്ങളെ അള്ളാഹു അവിടെ വീണ്ടും എഴുന്നേൽപ്പിച്ച് നിർത്തും. ഇതൊക്കെ ബോധ്യപ്പെടുമ്പോൾ ഇതും ബോധ്യപ്പെട്ടേ മതിയാവുള്ളൂ. അപ്പൊ അവിടെ ആ എഴുന്നേറ്റ് നിൽക്കുന്ന ഇതേ രൂപത്തിൽ വീണ്ടും നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവിടെ നമ്മൾ വിജയികളാകണോ പരാജിതരാകണോ എന്ന് തീരുമാനിക്കേണ്ടത് ദുനിയാവിലെ പ്രവർത്തനത്തിൽ നിന്നാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നത്. എത്രയുമാണ്? സൂറത്ത് നബയിലെ ആദ്യത്തെ 16 ആയത്തുകൾ പറഞ്ഞു. കാരണം ചെറിയ ചെറിയ ആയത്തുകളാണ്, 16 ആയത്തുകളിലുള്ള വിശദീകരണം. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ പരലോക വിശ്വാസം ഉണ്ട്, അല്ലെ? ഇല്ലാത്തവരില്ലല്ലോ. നമ്മളൊക്കെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വിശ്വാസം ഉള്ളവർ തന്നെയാണ്. ഈ പറഞ്ഞ ഖുറാനിന്റെ ഈ സംഭാഷണം എന്നുള്ളതിൽ വിശ്വാസം ഇല്ലാത്ത അല്ലെങ്കിൽ വ്യത്യസ്ത വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളോടാണ്. അപ്പോ ശാസ്ത്രം പറയുന്ന ആകാശം അതിന്റെ തട്ടുകൾ എന്നാണ്. അത് തന്നെ ആയിരിക്കാം. എന്തായാലും ശാസ്ത്രം പറയുന്നുണ്ടല്ലോ എന്നുള്ളത്, അത് തന്നെ ആയിരിക്കണം. തിബാക്ക എന്ന് ഖുറാൻ പറയുന്നുണ്ടല്ലോ, 7 തട്ടുകളായി. സ്ക്വയർ പക്ഷെ അങ്ങോട്ട് 7ാമത്തേലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഉള്ളുകളിലേക്ക് ഒന്നുമില്ല.
ഇനിയിപ്പോ അല്ല, ഈ ഖുറാനികമായിട്ട് വെച്ച് ഇനിയിപ്പോ ഒരു വേറൊരു താമസ സ്ഥലം അല്ലെങ്കിൽ ഒരു ഗ്രഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചന്ദ്രനെ കണ്ടെത്തിയെന്നൊക്കെ പറയണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും ഒന്ന് കണ്ടെത്തിയാൽ പോലും ഖുറാൻ തന്നെ 7 ആകാശങ്ങൾ എന്നതിനോട് ചേർത്ത് വല്ലർദ മിസ്ലഹുന്ന എന്ന് ഖുറാൻ പറയുന്നുണ്ട്. ഭൂമി ഒന്നാണ്, ഇത് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് വിശ്വസിച്ച് പറയാനും പറ്റില്ല. ഖുറാൻ അതിന്റെ സൂചനകൾ നൽകുന്നുണ്ട്, വല്ലർദ മിസ്ലഹുന്ന എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അപ്പോൾ 7 ഭൂമികളും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മളിവിടെ ജീവിക്കുന്നത് പോലെ വേറെ ഏതോ ഭൂമിയിൽ ആളുകൾ ജീവിക്കുന്നുണ്ടാകാം, അല്ലാഹു അലം, ഉണ്ടാകാം. ഇനിയിപ്പോ ഭൂമിയുടെ സ്വഭാവമില്ലാത്ത വേറെ ഏത് ഇടം അവർ കണ്ടെത്തിയാലും അവിടെ മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഒന്നും ജീവിക്കാൻ പറ്റുന്ന ഇടമല്ല. ഈ പറയുന്ന ഇതൊക്കെ ഉണ്ടാവണം, രാവും പകലും, അല്ലെ, സൂര്യന്റെ ഈ ചൂടും ഈ സൂര്യനും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസവും ഇതൊക്കെ ഒന്ന് ഒത്തുവന്നാൽ മാത്രമേ അവിടെ മനുഷ്യവാസം സാധ്യമാവുള്ളൂ. അല്ലാതെ എത്രയൊക്കെ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഇല്ലേ. പിന്നെ കൃത്രിമമായിട്ടൊക്കെ അവിടെ പോയി ഇങ്ങനെ ജീവിക്കേണ്ടി വരും പല രൂപത്തിൽ. നമ്മൾ മാസ്ക് ഇട്ടിട്ട് കുറെ നാൾ നടന്നതുപോലെ അവിടെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ജീവിക്കേണ്ടി വരും. അപ്പോ ഈ പറഞ്ഞ നിബന്ധനകൾ അള്ളാഹു സംവിധാനിച്ച ആ കൃത്യരൂപ പരലോക വിശ്വാസമുള്ള നമ്മൾ ഇത് പഠിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താ? അങ്ങനെ ഒരു ദിനത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മൾ വഷളായി പോകാൻ പാടില്ല. അള്ളാഹുവിന് മുന്നിൽ, അള്ളാഹുവിന്റെ ചോദ്യത്തിന് മുന്നിൽ, അല്ലെ, നമ്രശിരസ്കരായ ഞങ്ങളെ തനവുരിച്ച് പരാജയ ഭീതിയിൽ മുഖം വിവരണമായി നിൽക്കാൻ പാടില്ല. എന്തുകൊണ്ട്? നമ്മൾ ജീവിതത്തിൽ ദുനിയാവിൽ പ്രവർത്തന മേഖലയിൽ നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും കരസ്ഥമാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചാലാണ് അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന ആ ഉയർത്തെഴുന്നേൽപ്പ് ദിനത്തിൽ നമുക്ക് വിജയശ്രീലാളിതരായ പടച്ചവന്റെ മുന്നിലേക്ക് വലത് കൈയിൽ കർമ്മപുസ്തകം വാങ്ങിച്ച് നിൽക്കാൻ പറ്റുള്ളൂ എന്നതുകൊണ്ടാണ്. അപ്പോൾ പടച്ച റബ്ബ് നമ്മളെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോക വിശ്വാസം ഹൃദയത്തിൽ ഊന്നിയ സജ്ജനങ്ങളുടെ കൂട്ടത്തിലും അതുപോലെയുള്ള വിശ്വാസ പ്രമാണങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീക്കും ആരോഗ്യവും സമയവിശാലതയും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم ربنا تقبل منا دعاءنا وصلاتنا وصيامنا وقيامنا وركوعنا وسجودنا وسائر أعمالنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين. سبحانك اللهم وبحمدك. السلام عليكم.